ഹായ്, എൻ്റെ പേര് കൃഷ്ണാനന്ദ്. ഞാൻ അന്തിക്കാടാണ് എൻ്റെ വീട്. ഞാൻ സെൻറ് ആൻ്റണീസ് HSS പുത്തൻപിരിയയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ LBS അലോട്ട്മെൻറ്റിന് നഴ്സിങ്ങിനും മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് നോക്കി വരുന്നത്. LBSൽ അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും കിട്ടാതെ കണ്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഗാലക്സി എഡ്യൂക്കേഷൻ സർവീസിലേക്ക് ഒരു അറിയിപ്പ് അതിനെക്കുറിച്ച് അറിയണത് തന്നെ. അപ്പോൾ ഇവിടേക്ക് വിളിച്ചു. അപ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടി ഗാലക്സിയിൽ വന്നു. അപ്പോൾ അവർ കോളേജുകളെ കുറിച്ചും അതിന് വേണ്ട പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതായി തോന്നിയത് റേഡിയോ തെറാപ്പിയായിരുന്നു, BSc റേഡിയോ തെറാപ്പി. കോളേജ് ലിസ്റ്റിന് അതിന് ശേഷം പോയി ഇഷ്ടപ്പെട്ട കോളേജിനെ സെലക്ട് ചെയ്യാനും പറ്റി. അതിനുശേഷം ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ ഗാലക്സി മുഖാന്തരം തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അവരുടെ സ്റ്റാഫുകളുടെ എല്ലാവരുടെയും ഹെൽപ്പും നമ്മൾ ആ കാര്യങ്ങൾക്കൊക്കെ വിളിക്കലും എല്ലാവരും ഒരുപാട് നല്ല രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഗാലക്സി എഡ്യൂക്കേഷൻ സർവീസിന് നന്ദി. എൻ്റെ പേര് ഷീന. ഞാൻ കൃഷ്ണാനത്തിൻ്റെ അമ്മയാണ്. മോൻ +2 കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിൽ ഏതിലെങ്കിലും പോകണം എന്നായിരുന്നു അവന് ആഗ്രഹം. അങ്ങനെ LBSൽ അപ്ലൈ ചെയ്ത് 3 അലോട്ട്മെൻറ്റൊക്കെ കാത്തിരുന്നു ഞങ്ങൾ. പക്ഷെ കിട്ടാതെ കണ്ടപ്പോൾ ഇവൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞങ്ങൾക്ക് ഗാലക്സിയിലെ ഫോൺ നമ്പർ കിട്ടുകയും അവരെ വിളിക്കുകയും അങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് പ്രകാരം അവർ പറഞ്ഞ പ്രകാരം ഞങ്ങൾ കോളേജൊക്കെ കാണാൻ പോയി. മോൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് എന്തിനു പോകണം, എങ്ങനെ പോകണം എന്നൊന്നും യാതൊരുവിധ ഐഡിയ ഉണ്ടായില്ല. ഇനി കൊല്ലം വെറുതെ പോകാമെന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് പറഞ്ഞയക്കാൻ കുറച്ച് പേടിയില്ലായിരുന്നു, കാരണം ഞാൻ മാത്രമുള്ള വീട്ടിൽ. പക്ഷേ ഗാലക്സി നല്ല സപ്പോർട്ട്, എല്ലാ കാര്യത്തിനും വിളിച്ചാലും എല്ലാ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ മറുപടി തരാറുണ്ടായിരുന്നു. ആ ധൈര്യത്തിന്മേലാണ് ഞാനിപ്പോൾ മോനെ അവിടെ ചേർത്താന്ന് തീരുമാനിച്ചത്. കുഴപ്പമില്ല, ഇപ്പോൾ അത് കാര്യം വളരെ സന്തോഷമാണ്. പറഞ്ഞയക്കാൻ ടെൻഷനൊന്നുമില്ല. അതിൻ്റെ പേരിൽ സ്റ്റാഫിനോടും ഗാലക്സിയോടും തീർത്താ തീരാതെ കടപ്പാടും നന്ദിയുണ്ട്.